നമസ്കാരം. കേരളം ഭരിക്കേണ്ടത് LDFO UDFO എന്ന തീർപ്പിനായി ജനം വിധി എഴുതി തുടങ്ങി. ഭരണമാറ്റം ഉറപ്പെന്ന പ്രതീക്ഷയിലാണ് UDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ ഇക്കുറി തുടർ ഭരണം ലഭിക്കുമെന്ന വിലയിരുത്തലിലാണ് LDF. 1 മുതൽ 3 വരെ സീറ്റുകൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന BJP അതിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ്. പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയ സാധ്യതയുള്ള സീറ്റുകളിൽ പോലും മുന്നണികളുടെ ചങ്കിടിപ്പ് കൂടുകയാണ്. പല ബൂത്തുകളിലും രാവിലെ തന്നെ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സൂപ്പർ താരങ്ങളായ മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയവരൊക്കെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്നാണ് പിണറായി RC അമല ബേസിക് സ്കൂളിലെത്തി വോട്ട് ചെയ്ത ശേഷം മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വികസനത്തിന് ഇടവേള ഉണ്ടാകരുതെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. LDFന് മാത്രമേ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തവണ 100-ലേറെ സീറ്റുകളുമായി UDF അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പറവൂർ കേസരി ബാലകൃഷ്ണ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ 135-ാം നമ്പർ ബൂത്തിലെത്തിയാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. UDFന് കഷ്ടിച്ച് ഭൂരിപക്ഷം തന്നവരൊക്കെ അഭിപ്രായം മാറ്റി. എല്ലാ ദേശീയ സർവേകളിലും UDF മുന്നിലാണ്. സതീശൻ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ ജനങ്ങൾ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. ഇത് നിർണായകമായ തിരഞ്ഞെടുപ്പാണെന്ന് ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസൃതമായ വിധി ഉണ്ടാകും. രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. സ്വതസിദ്ധമായ സമദൂര ശൈലി കൈവിടാതെയാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പ്രതികരിച്ചത്. ജനാധിപത്യം വിജയിക്കട്ടെ എന്നും ഭരണമാറ്റം വേണമെന്നോ വേണ്ടെന്നോ പറയുന്നില്ലെന്നാണ് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരത്തിലാണ് UDF പ്രതീക്ഷ അർപ്പിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും അനുകൂല അന്തരീക്ഷമുണ്ടാക്കിയതായി കോൺഗ്രസ് വിലയിരുത്തുന്നുമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം വന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും വന്ന തരംഗം ഇക്കുറിയും ഉണ്ടാകുമെന്നാണ് UDF പ്രതീക്ഷ. എന്നാൽ മണ്ഡലങ്ങളിലുള്ള ശക്തമായ സാന്നിധ്യം കാരണം മുന്നണികൾ പ്രതീക്ഷിക്കുന്ന പല ഫലങ്ങളും അട്ടിമറിയുമെന്നാണ് BJP വിലയിരുത്തുന്നത്.